أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. الحمد لله. അള്ളാഹു തആലയുടെ മഹത്താണ്. അൽഹംദുലില്ലാ. അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ നമുക്കൊരു അവസരം കൂടെ കിട്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു തആല പറയുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മള് മഖാരിജുൽ ഹുറൂഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മഖ്റജ് ആമായിട്ടുള്ള അൽ ജൗഫ് നമ്മൾ പഠിച്ചു. അവിടുന്ന് മദ്ദിന്റെ അക്ഷരങ്ങളാണ് വരുന്നത്. അലിഫ് മദ്ദിയ, വാവ് മദ്ദിയ, യാ മദ്ദിയ. അഥവാ അതൊരു പ്രത്യേക സ്ഥലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഥവായാലും തൊണ്ടയിലുള്ള ഒരു കാലിയായ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാണ് എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് അലിഫ് മദ്, എന്താണ് വാവ് മദ്, എന്താണ് യാ മദ്. അഥവാ ഫത്ഹന് ശേഷം വരുന്ന അലിഫ് സുക്കൂൻ, കസ്റന് ശേഷം വരുന്ന യാ സുക്കൂൻ, ളമ്മിന് ശേഷം വരുന്ന വാവ് സുക്കൂൻ. ഇതാണ് മദ്ദിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഈ ഒരു സുക്കൂന് ഖുർആനിൽ കാണാൻ പറ്റില്ല. അത് സുക്കൂനുള്ള വ്യത്യാസമാണെങ്കിലും അങ്ങനെ ഒരു സുക്കൂന് ഖുർആനിൽ എഴുത്തിൽ ഉണ്ടാവില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയാണ് മദ്ദിന്റെ അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ മഖ്റജ് ആമായ അൽ ഹൽഖ് അഥവാ തൊണ്ട, അവിടുന്ന് വരുന്ന അക്ഷരങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. 6 അക്ഷരങ്ങളാണ് 3 സ്ഥലങ്ങളിൽ നിന്നായിട്ട്. ഓരോ ഭാഗങ്ങളിലും 2 അക്ഷരങ്ങൾ വീതാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി. അതിൽ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റം, അവിടുന്ന് വരുന്നതാണ് ഹംസ ഹ, ഈ 2 അക്ഷരങ്ങള്. അതുപോലെ തന്നെ ഈ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് ഹംസയും ഹായും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹംസിന്റെ ജഹറിന്റെ അക്ഷരമാണ്. അഥവാ എയർ, കാറ്റ് പുറത്തേക്ക് പോകില്ല. ഹ എന്ന് പറയുന്നത് ഹംസിന്റെ അക്ഷരമാണ്, എയർ പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ഹംസ എന്താണ്, ഷിദ്ദയുടെ അക്ഷരമാണ്, സൗണ്ട് പുറത്തേക്ക് പോകില്ല. ഹ എന്ന് പറഞ്ഞാല് റഖാവയുടെ ലെറ്ററാണ്, സൗണ്ട് പുറത്തേക്ക് പോകും. ഇത്രയാണ് നമ്മൾ ഹംസ ഹാനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി ഐൻ ഹ എന്നുള്ള ലെറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് വസത്തുൽ ഹൽഖ്, തൊണ്ടയുടെ മിഡിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ് ആണ്. ഈ 2 ലെറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് അഥവാ അതിന്റെ ആ ഒരു സ്ലിഫ എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെ വ്യത്യസ്തപ്പെടുത്തുന്ന, അഥവാ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒരക്ഷരം അതിന്റെ മഖ്റജ് എങ്ങനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തരുന്നതാണ് സ്ലിഫ. ഐൻ ഹ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, ഐന് ലെറ്റർ ജഹറിന്റെ അക്ഷരാണ്, ഹ ഹംസിന്റെ അക്ഷരാണ്. ഐന് എയർ പോകില്ല, ഹ എയർ പോകും. അതേപോലെ തന്നെ ഹ എന്നുള്ളത് റഖാവയുടെ ലെറ്ററാണ്, സൗണ്ട് നല്ല ഫ്ലോ ഉണ്ടാവും. എന്നാൽ ഐന് തവസ്സുത്തിന്റെ ലെറ്ററാണ്, സൗണ്ട് കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോകൂല, എന്നാൽ ഹംസയെ പോലെ അവിടെ തടഞ്ഞു വെക്കുന്നുമില്ല. രണ്ടിനും ഇടയിലായിട്ട് മോഡറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ അജ്നൽ ഹൽഖ് അഥവാ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരങ്ങളായ ഗൈൻ, ഖ. ഇതില് ഗൈനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഗൈൻ എന്നുള്ളത് എന്താണ്, ജഹറിന്റെ ലെറ്ററാണ്, എയർ പോകില്ല. അതുപോലെ തന്നെ റഖാവയുടെ ലെറ്ററാണ്, സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് പോകും. പിന്നെ ബാക്കി ലെറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗൈൻ എന്താണ്, ഇസ്തിഅലാഇന്റെ അക്ഷരാണ്, അഥവാ ഉയർത്തി പറയേണ്ട, നമ്മുടെ നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തി പറയേണ്ട ലെറ്റർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശബ്ദത്തിന്റെ ദിശ അഥവാ ഡയറക്ഷൻ ഓഫ് ദ സൗണ്ട്, അതെന്താണ്, ഉയർന്ന് പറയുന്ന ലെറ്ററാണ്, അഥവാ തഫ്ഖീമായിട്ടുള്ള മുഫഖമായിട്ടുള്ള അക്ഷരാണ് ഗൈൻ. ബാക്കിയുള്ള ലെറ്റേഴ്സ് ഒക്കെയും എന്താണ്, ഇസ്തിഫാലിന്റെ അക്ഷരമാണ്, അഥവാ തർക്കീക്കായിട്ടുള്ള മുറക്കായിട്ടുള്ള അക്ഷരങ്ങളാണ്. അഥവാ നാവിന്റെ ബാക്ക് സൈഡ് എന്താക്കേണ്ടതില്ല, ഉയർത്തേണ്ടതില്ല. ഹംസ, ഹ, ഐൻ, ഹ എന്നുള്ള ലെറ്റേഴ്സ്. ഇനി ഈ മഖ്റജിൽ നിന്നും വരുന്ന അടുത്ത അക്ഷരമായ ലെറ്റർ ഖ, ഖനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഖ എന്നുള്ളതും എന്താണ്, അദ്നൽ ഹൽഖ് എന്ന് വരുന്നത് തന്നെയാണ്, അഥവാ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് തന്നെയാണ്. എന്നാൽ ഗൈനും ഖായും തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ ആ ലെറ്റേഴ്സ് പറയുന്ന ഓർഡർ പോലെ തന്നെ ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ,
ഹോ, റോ, ഹോ. റൈന് കുറച്ചുകൂടെ താഴെയാണ്. ഹോ പറയുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മുകളിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് റൈന് ഈ ഒരു ഭാഗത്തു നിന്നാണ് പറയുന്നെങ്കിൽ അതിനേക്കാളും കുറച്ച് മുകളിലായിരിക്കും എന്ത് ഹ. രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ചെറിയ ഡിഫറൻസ് ഉണ്ട് ആ ഒരു സ്ഥലത്തിൽ തന്നെ. പിന്നെ റൈനും ഖയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് അഥവാ റൈന് പറഞ്ഞ പോലെ തന്നെ ഹ നമുക്ക് നോക്കാം. ഹ എന്നുള്ള ലെറ്റർ പറയുമ്പോൾ അഹ് എന്ന് പറയുമ്പോൾ എയർ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഹ എന്താണ് ഹംസിന്റെ ലെറ്റർ ആണ്. എന്നാൽ റൈന് പറയുമ്പോൾ എയർ ഇല്ല, എയർ ഇല്ല. ഓക്കെ, അപ്പൊ റൈനും ഖയും തമ്മിലുള്ള ഡിഫറൻസിൽ ഒന്നാമത്തേതാണ് റൈൻ ജഹറിന്റെ ലെറ്റർ ആണ്. ഹ ഹംസിന്റെ ലെറ്റർ ആണ്, അഥവാ എയർ വരും. നെക്സ്റ്റ് സൗണ്ട് ഫ്ലോ ഉണ്ടോ എന്നുള്ളത്. അഥവാ അവിടെ നമുക്കൊരു തടസ്സമൊന്നും ഫീൽ ചെയ്യണില്ല, ഒരു ഫ്ലോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് റഹാവയുടെ ലെറ്റർ ആണ്, സൗണ്ട് നന്നായിട്ട് പോകും. റൈനാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സൗണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ റൈൻ നമ്മൾ പറഞ്ഞു ഇസ്തിഅലാഇന്റെ ലെറ്റർ ആണ്. അതേപോലെ തന്നെ ഖായും ഇപ്പൊ ഇവിടെ നോക്കുന്ന നാവിന്റെ ബാക്ക് സൈഡ് എന്തായിട്ടുണ്ട്, ഇവിടെ ഉയർത്തിയിട്ടാണുള്ളത്. അതുപോലെ നടുഭാഗം കുഴിഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ സൗണ്ട് എന്താണ് മുകളിലേക്ക് ആ ഒരു എക്കോ ഫീൽ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അഥവാ ഇപ്പൊ നമ്മളൊരു കാലിയായ റൂം, അവിടെ ഒരു എന്താ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, ആ ഒരു എക്കോ സൗണ്ട് ഉണ്ടാവും. അതേപോലെയാണ് ഇവിടെയും സൗണ്ട് ഉണ്ടാകുന്നത്. കാരണം വായിൽ എന്ത് വന്നിട്ടുണ്ട്, സ്പേസ് അധികം വന്നിട്ടുണ്ട്. അവിടെ നാവ് കൊഴിഞ്ഞത് കൊണ്ടും ബാക്ക് സൈഡ് ഉയർന്നത് കൊണ്ടും അവിടെ ഒരു എക്കോ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അതാണ് ആ ഒരു ഹെവിനെസ്, ഹെവി സൗണ്ട് ഉണ്ടാവുന്നത്. നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തും. ഹോ ഗൈ എന്നുള്ള രണ്ട് ലെറ്റേഴ്സും എന്താണ് നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്ത ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്. ഈ രണ്ട് അക്ഷരങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒന്ന് ഹംസിന്റെ അക്ഷരമാണ്, മറ്റൊന്ന് ജഹറിന്റെ ലെറ്റർ ആണ്. ഹ പറയുമ്പോൾ എയർ പുറത്തേക്ക് പോകും, ഗൈന് പറയുമ്പോൾ എയർ പുറത്തേക്ക് പോകില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് ഹൽക്കിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ 5 വീടുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ വീടായ അൽ ജൗഫ് നമ്മൾ കവർ ചെയ്തു, അൽഹംദുലില്ലാ. രണ്ടാമത്തെ വീടായ അൽ ഹൽക്കും നമ്മൾ കവർ ചെയ്തു. ഹൽക്കില് നമ്മൾ മനസ്സിലാക്കി 3 ഫ്ലോർ ഉണ്ട്. അതിൽ ഓരോ ഫ്ലോറിലും എന്താണ് ഓരോ റൂം ഉണ്ട്. ഓരോ റൂമിലും എത്ര 2 ആൾക്കാർ വീതാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതവാ. അഖ്സൽ ഹൽഖ് വശത്തുൽ ഹൽഖ് അദ്നൽ ഹൽഖ്. ഇതിൽ അഖ്സൽ ഹൽഖ് എന്ന് 2 ലെറ്റേഴ്സ് ആണ്, വശത്തുൽ ഹൽഖ് 2 ലെറ്റേഴ്സ് ആണ്, അദ്നൽ ഹൽഖ് 2 ലെറ്റേഴ്സ് ആണ്. മൊത്തം 6 ലെറ്റേഴ്സ് ആണ് ഹൽഖിൽ നിന്നും വരുന്നത്. ഈ 6 ലെറ്റേഴ്സ് വരുന്നത് 3 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സിഫത്തുകളും നമ്മൾ 3 ഗ്രൂപ്പ് ഓഫ് സിഫാത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഉള്ളതും ഓപ്പോസിറ്റ് ഇല്ലാത്തതുമായ സിഫത്തുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഓപ്പോസിറ്റ് ഉള്ള സിഫത്തുകൾ 5 ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പിലും 2 സിഫയാണ് വരുന്നത്. ഒരു ഗ്രൂപ്പിൽ മാത്രം 3 എണ്ണം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 3 ഗ്രൂപ്പ് നമ്മളിപ്പം കവർ ചെയ്തു. ഏതൊക്കെയാണത്? ഒന്നാമത്തെ ഗ്രൂപ്പ് എയറിനെ ബേസ് ചെയ്തിട്ട്, അഥവാ വായു സഞ്ചാരം, എയർ ഫ്ലോനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഗ്രൂപ്പ്, ഹംസും ജഹറും. സെക്കൻഡ് ഗ്രൂപ്പ് എന്താണ്? സൗണ്ട് ഫ്ലോ ആണ്, ശബ്ദ സഞ്ചാരാണ്. അത് ഏതൊക്കെയാണ്? ഷിദ്ദ, റഖാവ, പിന്നെ അതിൽ രണ്ടിന്റെയും ഇടയിലായിട്ട് ബൈനിയ. തേർഡ് ഗ്രൂപ്പ് ഏതാണ്? സൗണ്ടിന്റെ ഡയറക്ഷൻ, ശബ്ദത്തിന്റെ ദിശ പരിഗണിച്ചുകൊണ്ടാണ്. അതേതാണ്? അൽ ഇസ്തിഅലാ വൽ ഇസ്തിഫാൽ, അഥവാ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക, ശബ്ദം ഉയരുകയും താഴുകയും ചെയ്യുന്നത്. ഇങ്ങനെ 3 ഗ്രൂപ്പാണ് നമ്മളിപ്പം നിലവിൽ പഠിച്ചിട്ടുള്ളത്. അതുപോലെ ഹൽക്കിൽ നിന്നുള്ള വരുന്ന അക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ നെക്സ്റ്റ് മഖ്റജ് ആയിട്ടുള്ള, അഥവാ നെക്സ്റ്റ് മഖ്റജ് ആമായിട്ടുള്ള അൽ ലിസാനിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് 5 വീടുകളെ കുറിച്ച് പറഞ്ഞതിൽ 3-ാമത്തെ വീടാണെന്ത്? അൽ ലിസാൻ
എന്നുള്ളത്. ഓക്കെ, ഈ വീട്ടിൽ നിന്ന് എന്താണ് കുറച്ചധികം റൂമുകളും കുറച്ചധികം ഫ്ലോറുകളൊക്കെ ഉണ്ട്. ഇൻഷാ അള്ളാ നമുക്കത് ഗ്രാജുവലി പഠിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ലിസാനിന്റെ ഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അഖ്സാമുൽ ലിസാൻ അഥവാ നാവിന്റെ ഭാഗങ്ങൾ. അപ്പൊ ഇവിടെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് കണ്ടിട്ട് ടെൻഷൻ ആവണ്ട. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് 4 ഭാഗമാണ്. ഓക്കെ, നാവിന്റെ 4 ഭാഗങ്ങൾ എന്നായിട്ടാണ് നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങൾ വരുന്നത്. എന്നാലും മൊത്തത്തിലുള്ള ഭാഗങ്ങൾ ജസ്റ്റ് പറയാം. ജദ്റുൽ ലിസാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തിന്റെ വിഷയത്തിലാ പറഞ്ഞത്? നമ്മള് ഗൈനിന്റെ വിഷയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ജദ്റുൽ ലിസാൻ. കാരണം എന്താണ് ഗൈന്, ജദ്റുൽ ലിസാൻ നമുക്ക് കാണാൻ പറ്റില്ല, നാവിന്റെ റൂട്ടാണ്, വേരാണ്. ഓക്കെ, അത് അവിടെ കഴിഞ്ഞതാണ്. ജസ്റ്റ് അത് ഇവിടെ കാണിച്ചെന്ന് മാത്രം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള 4 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അഖ്സൽ ലിസാൻ, നാവിന്റെ അങ്ങേയറ്റം, ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ ടങ്. പിന്നെ വസത്തുൽ ലിസാൻ, എന്താണ് നാവിന്റെ മിഡിൽ ഓഫ് ദ ടങ്, നടുഭാഗം. പിന്നെ ഹാഫത്തുൽ ലിസാൻ, ഹാഫത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാല് നാവിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡ്സ്, ചുറ്റിലുള്ള ആ ഒരു സൈഡിനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഹാഫത്തുൽ ലിസാൻ, മൂന്നാമത്തേത്. ഇനി നാലാമത്തേത് ത്വറഫുൽ ലിസാൻ അഥവാ ടിപ്പ് ഓഫ് ദ ടങ്, ടിപ്പ് ഓഫ് ദ ടങ് വരും. പിന്നെ റഅ്സ് ത്വറഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ വെരിയിട്ട് ഏറ്റവും അറ്റം. ത്വറഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം അഥവാ അറ്റം തന്നെയാണ്, പക്ഷെ ഏറ്റവും അറ്റമല്ല. ഓക്കെ, അങ്ങനെ 2 ഭാഗങ്ങളുണ്ട് ഇതില്. നമുക്ക് ത്വറഫുൽ ലിസാൻ ആണ് നമ്മുടെ ഡിസ്കഷൻ വരുന്നത്. അപ്പം 4 ഭാഗങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നെന്താണ്? അഖ്സൽ ലിസാൻ, നമ്മള് ഹൽക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അഖ്സൽ ഹൽക്ക്, തൊണ്ടയുടെ അങ്ങേയറ്റം. അതേപോലെ തന്നെ ഇവിടെ നാവിന്റെ അങ്ങേയറ്റം എന്നുള്ളതിന് അഖ്സൽ ലിസാൻ. അതുപോലെ തന്നെ നമ്മൾ വസത്തുൽ ഹൽക്ക് പഠിച്ചിട്ടുണ്ട്, തൊണ്ടയുടെ മിഡിൽ. അതേപോലെ നാവിന്റെ മിഡിൽ എന്നുള്ളതിന് വസത്തുൽ ലിസാൻ. പിന്നെ തൊണ്ടയുടെ ഭാഗത്ത് നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ് ഹാഫത്തുൽ ലിസാൻ, നാവിന്റെ സൈഡ്സ്. ഓക്കെ, സൈഡ് അല്ലെങ്കിൽ എഡ്ജ് എന്നൊക്കെ പറയാം, വശങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇതാണ് ആ ഒരു വശം, ഈ ഒരു ബ്ലൂ കളർ. ഓക്കെ, പിന്നെ ത്വറഫുൽ ലിസാൻ അഥവാ നാവിന്റെ ടിപ്പ് ഓഫ് ദ ടങ് അല്ലെങ്കിൽ എൻഡ് പാർട്ട് എന്നൊക്കെ പറയാം, ഒരറ്റം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നാവിന്റെ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് എന്താക്കണം? പല്ലിന്റെ ഭാഗങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് സയൻസ് ആണോ പഠിക്കുന്നതെന്ന് വിചാരിക്കരുത്. നമ്മുടെ നാവും പല്ലും മറ്റ് ഓരോ സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് എന്താക്കാൻ പറ്റുക, നമുക്ക് ഓരോ അക്ഷരങ്ങൾ പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റത്തെ 2 പല്ലുകൾ അഥവാ മുകളിൽ താഴെയുള്ള പല്ലുകൾക്ക് നിങ്ങൾ ഈ അറബിയിലുള്ള പേരുകൾ പഠിക്കണം എന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മളെന്തായാലും മലയാളത്തിലും ഇംഗ്ലീഷിലും തന്നെ ആയിരിക്കും പറയാ. ജസ്റ്റ് എന്നാലും അതിന്റെ ഒരു പേരുകൾ അറിയാം എന്ന് മാത്രം. അഥവാ ഇൻസിസേഴ്സ്, സനായ എന്ന് പറയും അറബിയില്. മുൻപല്ലുകൾക്കാണ് എന്ത് അസനായ എന്ന് പറയുന്നത്. താഴത്തെ 2 മുൻപല്ലുകള്, മുകളിൽ 2 മുൻപല്ലുകൾ, ഇതാണ് അസനായ. പിന്നെ ഈ 2 മുൻപല്ലിന്റെയും സൈഡിലുള്ള പല്ലുകൾ. ഓക്കെ, ലാറ്ററൽ ഇൻസിസേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ എന്താ പറയാ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിന് റബാഇയാത്ത് എന്ന് പറയും. ഓക്കെ, ആ പല്ലുകളൊന്നും നമുക്ക് അത്യാവശ്യമൊന്നും ഇല്ല, ജസ്റ്റ് അവിടെ പറഞ്ഞു മാത്രം. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുക സനായയിലാണ്, അഥവാ 2 മുൻപല്ലുകൾ നമുക്ക് കൂടുതലും വരാനുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നോട്ട് ചെയ്യാം, മുന്നിലെ പല്ലുകൾ ഏതാണെന്നുള്ളത്. പിന്നെ ആ 2 പല്ലുകൾക്ക് ശേഷം അഥവാ സൈഡിലുള്ള 2 പല്ലുകൾക്ക് ശേഷമുള്ള 2 പല്ലുകൾ, അതിന് അൻയാബ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള പല്ലുകളാണ് അഥവാ മോളാർ ടീത്ത്, പ്രീ മോളാർ. ഓക്കെ, നമ്മുടെ അണപ്പല്ലുകളുടെ തുടക്കം അവിടെയാണ് വരുന്നത്. അതിനുശേഷമുള്ള 3 പല്ലുകൾ, ആ ഒരു യെല്ലോ കളറിൽ വരുന്നതാണ് എന്ത്, ഇതാണ് നമ്മൾ ബോധമൊക്കെ പറയാൻ യൂസ് ചെയ്യുന്ന അണപ്പല്ലുകൾ. ഓക്കെ, ഇത്രയും എന്താണ് സംഭവിച്ചത്? സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്നൊരു ചാറ്റിൽ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണേ.
ഓക്കെ. ജസാക്കുമുല്ലാഹ് ഖൈറൻ. ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ. അപ്പൊ നമ്മൾ പല്ലുകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ പേരുകളൊന്നും നിങ്ങൾ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവേണ്ടതില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. ഈ പല്ലുകളൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഓരോ അക്ഷരങ്ങൾ പറയുമ്പം യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇനി നമ്മുടെ റൂഫ് അഥവാ മോണയുടെ ഭാഗം, ആ ഭാഗത്ത് ഓക്കെ. അപ്പൊ ഇതില് ഫസ്റ്റത്തെ ഭാഗം ഗംസ് അല്ലിസ എന്ന് പറയും. ഗംസ് അഥവാ നമ്മുടെ മോണ. ഞാൻ പറയുന്ന മലയാളം ഇത്രത്തോളം കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞാൻ എന്റെ മനസ്സിലാക്കിയ രീതിയിൽ പറയാം. നമ്മുടെ പല്ലിന്റെ സ്റ്റാർട്ടിങ്, പല്ല് തുടങ്ങുന്ന ആ ഒരു ഭാഗം, പല്ലിന്റെ ഗം ലൈന് അല്ലെങ്കിൽ റൂട്ട്, വേര്, മുരട് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതാണ് ഈ ഒരു ഭാഗം അല്ലിസ എന്ന് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം മുഖദ്ദിമുൽ ഹനക്, അഥവാ മോണയുടെ കുറച്ച് ഭാഗങ്ങളാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം. പിന്നെ വരുന്ന അൽ ഹനക്കുൽ അസ്മി എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഭാഗം. കുറച്ച് നമ്മുടെ നാവ് ഒന്ന് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു പല്ല് തുടങ്ങണ ഭാഗം കാണാൻ പറ്റും. എന്നിട്ട് കുറച്ച് മുകളിലോട്ട് പോയാൽ ആ ഒരു തടയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു രണ്ട് സംഭവം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിന്റെയും പിന്നോട്ട് പോയാൽ എന്താണ്, സോഫ്റ്റ് ആയിട്ടുള്ള പാലറ്റ് ഉണ്ടാവും. അത് അൽ ഹനക്കുൽ ലഹ്മി. ഓക്കെ. ഒന്ന് എല്ലുള്ള ഭാഗവും മറ്റൊന്ന് എല്ലില്ലാത്ത ഭാഗവും. അതാണ് ഹനക്കുൽ അസ്മിയും ഹനക്കുൽ ലഹ്മിയും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലഹാത്ത് യൂല. ഓക്കെ. അത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ഒരു കാര്യം. നമുക്ക് തൊണ്ടയില നോക്കിയാൽ അവിടെ ഒരു തൂങ്ങി നിൽക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്താക്കും, നാവിൽ നിന്നുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കും. ഒന്നെങ്കിൽ നമ്മുടെ നാവിന്റെ അറ്റം അല്ലെങ്കിൽ നാവിന്റെ മിഡിൽ അത് മുകളിലേക്ക് ഉയർത്തലായിരിക്കും. ഇപ്പൊ അത് അല്ലിസയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് പാലറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഹാർഡ് പാലറ്റിലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത്, ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതില് നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അൽ ലിസാൻ എന്നുള്ളത് മൂന്നാമത്തെ വീടാണ്. ഓക്കെ. എന്താണ്, മൂന്നാമത്തെ വീടാണ്. ഈ മൂന്നാമത്തെ വീട് കുറച്ച് വലിയ വീടാണ്. കാരണം ഏകദേശം 18 അക്ഷരങ്ങൾ വരുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന്. അത്രയും നമ്മൾ പഠിച്ചത് 3ഉം 6ഉം ഒക്കെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഹൗസ് നമ്പർ 3 ആണ്. 18 ആൾക്കാർ വരുന്നുണ്ട്. ഈ 18 അക്ഷരങ്ങള് 4 ഫ്ലോറിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. 4 ഫ്ലോർ ആണ്. പക്ഷെ ഓരോ ഫ്ലോറിലും റൂമിന്റെ എണ്ണം വ്യത്യാസമാണ്. നമ്മൾ ഹൽക്കെന്ന് പഠിച്ചത് എങ്ങനെയാണ്, 3 ഫ്ലോർ ആണ്, 3 റൂമാണ്. അവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റി. പക്ഷെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമുണ്ട്. ഹൽക്കിലുള്ളവർ ഭയങ്കര പൊരുത്തമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റൂമിൽ 2 ആൾക്കാരൊക്കെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചില റൂമിൽ ഒരാൾ ഒറ്റക്കാണ്, ചില റൂമിൽ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടാണ്. അപ്പം ഒന്നാമത്തെ ഫ്ലോറിൽ എന്താണ്, 2 റൂമുണ്ട്. ഓരോ റൂമിലും ഓരോരോ ആൾക്കാരാണ്. രണ്ടാമത്തെ ഫ്ലോറിൽ എന്താണ്, ഒരു റൂമുള്ളൂ, പക്ഷെ 3 ആൾക്കാരുണ്ട്. ഓക്കെ. മൂന്നാമത്തെ ഫ്ലോറിലും പറഞ്ഞതുപോലെ എന്താണ്, 2 റൂമുണ്ട്. ഓരോ റൂമിലും ഓരോരോ ആൾക്കാരാണ്. നാലാമത്തെ ഫ്ലോറിൽ 5 റൂമുണ്ട്. എന്നാല് ആദ്യത്തെ 2 റൂമിലും ഓരോരോ ആൾക്കാരുള്ളൂ. പിന്നത്തെ 3 റൂമുകളിലും എന്താണ്, 3 ആൾക്കാർ വീതമുണ്ട്. ഓക്കെ. മൊത്തം എത്ര ആൾക്കാരാണ്, 18 ആൾക്കാരാണ്. ഓരോ റൂമിലും 3 ആൾക്കാർ. നമുക്ക് മൊത്തം എത്ര ആൾക്കാരാണെന്ന് നോക്കാം. ആദ്യം റൂമുകളുടെ എണ്ണം നോക്കാം. 1 2 3 4 5 6 7 8 9 10. മൊത്തം 10 റൂമുകൾ ഉണ്ട്. എത്ര ഫ്ലോർ ആണുള്ളത്,
4 ഫ്ലോർ. ഓക്കെ, 4 ഫ്ലോർ ഉണ്ട്, 10 റൂമുണ്ട്, 18 ആൾക്കാരുണ്ട്. ഒന്നാമത്തെ ഫ്ലോറിൽ എത്ര റൂമാണുള്ളത്? 2 റൂമാണുള്ളത്. ഓരോ റൂമിൽ നിന്ന് ഓരോരോ ആൾക്കാർ. ഓക്കെ, രണ്ടാമത്തെ ഫ്ലോറിൽ ഒരു റൂമുള്ളൂ, പക്ഷെ എന്താണ് 3 ആൾക്കാരുണ്ട് ആ റൂമിൽ. തേർഡ് ഫ്ലോറിൽ 2 റൂമാണ്, ഓരോ റൂമിൽ ഓരോരോ ആൾക്കാരാണ്. ഫോർത്ത് ഫ്ലോറിൽ കുറച്ചധികം ആൾക്കാരുണ്ട്, കാരണം അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവർ അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അതില് ആദ്യത്തെ 2 റൂമിൽ എന്താണ് ഓരോരോ ആൾക്കാർ വീതാണ്, അവര് ബാച്ചിലേഴ്സ് ആണ്. പിന്നുള്ള 3 റൂമിൽ എന്താണ് ഫാമിലി ആയിട്ടാണ്, അവര് 3 ആൾക്കാർ വീതം 3 റൂമിലുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തം 18 ആൾക്കാരാണ് ഈ അൽ ലിസാൻ എന്നുള്ള വീട്ടിലുള്ളത്. ഒന്നാമത്തെ ഫ്ലോർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഫ്ലോറിന്റെ പേരാണ്, ഓരോ ഫ്ലോറിനും ഡിഫറെന്റ് നെയിം ഉണ്ട്. ഒന്നാമത്തെ ഫ്ലോർ ആണിത് അഖ്സൽ ലിസാൻ. ഒന്നാമത്തെ ഫ്ലോറിന്റെ പേരാണ് അഖ്സൽ ലിസാൻ. രണ്ടാമത്തെ ഫ്ലോറിന്റെ പേരാണ് വസഖുൽ ലിസാൻ. മൂന്നാമത്തെ ഫ്ലോറിന്റെ പേരാണ് ഹാഫത്തുൽ ലിസാൻ. നാലാമത്തെ ഫ്ലോറിന്റെ പേരാണ് ത്വറഫുൽ ലിസാൻ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അഖ്സൽ ലിസാനിൽ നിന്നും 2 ഭാഗങ്ങളിൽ നിന്നായിട്ട് മൊത്തം 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഓരോ ഭാഗത്തു നിന്ന് 1 അക്ഷരം. വസത്തുൽ ലിസാനിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് 3 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഹാഫത്തുൽ ലിസാനിൽ നിന്നും 2 ഭാഗങ്ങളിലായിട്ട് 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഓരോ ഭാഗത്തു നിന്ന് 1 അക്ഷരം. ത്വറഫുൽ ലിസാനിൽ നിന്നും 5 ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്ര അക്ഷരങ്ങൾ വരുന്നുണ്ട്? 11 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, മൊത്തം 18 അക്ഷരങ്ങളാണ്, 10 സ്ഥലങ്ങളാണ്, 4 ഭാഗങ്ങളാണ്. ഓക്കെ, അഥവാ നാവിന്റെ 4 ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 10 സ്ഥലങ്ങളിലായിക്കൊണ്ട് 18 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ അൽ ലിസാൻ കൊണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മെല്ലെ മെല്ലെ ഓരോ റൂമുകളെ കുറിച്ചും ഓരോ റൂമിലുള്ള ആളുകളെ കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അൽ ലിസാനും അൽ ഹൽഖും രണ്ടും കൂടെ മിക്സ് ആവരുത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് ചെറിയൊരു ഗൂഗിൾ ഫോം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹൽഖിന്റെ കംപ്ലീറ്റ് വരെ ഉണ്ടാവുള്ളൂ, ലിസാനിൻ്റെത് ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കുന്നവര് കൃത്യമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ റൂമിന്റെ പേരാണെന്ത്? അഖ്സൽ ലിസാൻ അഥവാ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ ടങ്, നാവിന്റെ അങ്ങേയറ്റം എന്ന് പറയും. ഇവിടുന്ന് എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു ആദ്യത്തെ ഫ്ലോറിൽ എന്താണ് 2 റൂം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഒന്നാമത്തെ റൂമിൽ ഒരാളും മറ്റൊരു റൂമിൽ മറ്റൊരാളും. അപ്പം ആദ്യത്തെ റൂമിലുള്ള ആൾ ആരാണ്? ലെറ്റർ ഖാഫ്. ഓക്കെ, രണ്ടാമത്തെ റൂമിലുള്ളവരാണ് ലെറ്റർ കാഫ്. അപ്പം അഖ്സൽ ലിസാനിൽ നിന്നും വരുന്ന 2 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഖാഫും ഒന്ന് കാഫും ആണ്. ഇനി അഖ്സൽ ലിസാനിൽ നിന്ന് എവിടെ ഒരൊറ്റ റൂമിലാണോ? അല്ല, രണ്ടാളും വേറെ വേറെ റൂമിലാണ്, വേറെ വേറെ സ്ഥലത്തു നിന്നാണ്. ഖാഫും കാഫും 2 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് വരുന്നത്. പക്ഷെ 2 ആൾക്കാരും ഒന്നാമത്തെ ഫ്ലോറിൽ തന്നെയാണ്, അഥവാ അഖ്സൽ ലിസാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്, നാവിന്റെ അങ്ങേയറ്റത്തു നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ നാവിന്റെ അങ്ങേയറ്റം ഒന്ന് സോഫ്റ്റ് പാലറ്റിലും മറ്റൊന്ന് ഹാർഡ് പാലറ്റിലും ടച്ച് ചെയ്യുമ്പോഴാണ് വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. ഖാഫ് അഥവാ നാവിന്റെ അങ്ങേയറ്റം അത് എവിടെ തട്ടും? അതിന്റെ മുകളിലുള്ള ആ ഒരു റൂഫിൽ അവിടെ ടച്ച് ചെയ്യും, അഥവാ സോഫ്റ്റ് പാലറ്റിൽ ടച്ച് ചെയ്യും. നാവിന്റെ അങ്ങേയറ്റം അതിന്റെ മുകളിലുള്ള മൃദുവായ ഭാഗത്ത് തട്ടിച്ചുകൊണ്ട് പറയുന്ന അക്ഷരമാണെന്ത്? ലെറ്റർ ഖാഫ്. ഖോ ഖോ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് എന്ത്? നമ്മുടെ നാവിന്റെ ഏറ്റവും അങ്ങേയറ്റം. അതെവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്? ആ ഒരു സോഫ്റ്റ് പാലറ്റിലാണ് അല്ലെ. ഈ ഒരു റെഡ് കളർ കാണുന്നത് എന്താണ്? ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാലറ്റാണ്. അപ്പൊ അതിന്റെ നേരെ മുകളിലുള്ള ആ സോഫ്റ്റ് പാലറ്റിലാണ് ഖാഫ് പറയുമ്പോൾ ടച്ച് ചെയ്യുന്നത്. എന്നെ ലെറ്റർ കാഫ് പറയുമ്പോൾ നമുക്ക് നോക്കാം അവിടെയാണ് ടച്ച് ചെയ്യുന്നത് എന്നുള്ളത്.
ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഖാഫ് നാവിന്റെ അങ്ങേയറ്റത്താണ്, കാഫ് നാവിന്റെ അങ്ങേയറ്റത്താണ്. പക്ഷേ ഖാഫ് പറഞ്ഞപ്പം അതിന്റെ നേരെ മുകളിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാലറ്റിലായിരുന്നു. കാഫ് പറയുമ്പോൾ എവിടെയാണ് ടച്ച് ചെയ്യണത്? ആ ഒരു ഹാർഡ് ആയിട്ടുള്ള പാലറ്റിലാണ് ടച്ച് ചെയ്യണത്. ഓക്കെ, അതാണ് ഖാഫും കാഫും തമ്മിലുള്ള രണ്ട് സ്ഥലങ്ങളിലുള്ള വ്യത്യാസം. ഓക്കെ, പക്ഷെ രണ്ടും എവിടുന്നാണ് വരുന്നത്? ഖുസ്വൽ ലിസാനിൽ നിന്ന് തന്നെയാണ്, നാവിന്റെ അങ്ങേയറ്റം തന്നെയാണ്. എന്നാൽ ഖാഫ് എന്താണ്? നാവിന്റെ അങ്ങേയറ്റം മൃദുവായ ഭാഗത്ത് അഥവാ സോഫ്റ്റ് ഭാഗത്ത് ടച്ച് ചെയ്യും. കാഫ് എന്ന് പറയുമ്പോൾ നാവിന്റെ അങ്ങേയറ്റം എവിടെ ടച്ച് ചെയ്യണം? ഹാർഡ് പാലറ്റിൽ. ഹാർഡ് പാലറ്റിൽ കൂടെ ടച്ച് ചെയ്യണം. ഖാഫ് പറയുമ്പോൾ സോഫ്റ്റ് പാലറ്റിൽ മാത്രമാണ് ടച്ച് ചെയ്യണത്. ഓക്കെ, എന്നാ കാഫ് പറയുമ്പോൾ എന്താവും? ആ ഒരു ഇത് ഹാർഡ് പാലറ്റിൽ കൂടെ ടച്ച് ചെയ്യും. അതാണ് ഖാഫും കാഫും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് അതിന്റെ സിഫ കൂടെ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഖാഫ് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഖാഫ് സുക്കൂൻ കൊടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു നോക്കാം. അവിടെ എന്തുണ്ടാവില്ല? നമുക്കറിയാം ഖാഫ് എന്നുള്ള ലെറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം ഖാഫ് എന്നുള്ള ലെറ്ററിന് പ്രത്യേക ഒരു സിഫ ഉണ്ട്, കൽക്കല എന്നൊക്കെ. അപ്പം അത് നമ്മൾ എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ അത് പഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോണില്ല. കൽക്കല കൊടുക്കാതെ നമുക്ക് പറഞ്ഞു നോക്കാം ഖാഫ് എന്നുള്ള ലെറ്റർ. ഓക്കെ, ആ മഖ്റജിലേക്ക് നമ്മുടെ നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്താം, ഹംസ ഫത്ഹ കൊടുക്കാം, ഖാഫിന് സുക്കൂൻ കൊടുത്തുകൊണ്ട് പറയാം. സൗണ്ട് കേൾക്കില്ല, കാരണം ഖാഫ് എന്താണ്? ഷിദ്ദ റഖാവയിൽ നോക്കുകയാണെങ്കിൽ ഷിദ്ദയുടെ ലെറ്റർ ആണ്. അവിടെ കംപ്ലീറ്റ് എന്താവാണ്? മഖ്റജ് അടയാണ്. സൗണ്ട് പുറത്തേക്ക് പോകാൻ അവിടെ എന്തില്ല? ഗ്യാപ്പ് ഇല്ല. നമ്മൾ ഹംസയുടെ പറഞ്ഞ പോലെ തന്നെ ഖാഫും എന്താണ്? മഖ്റജ് അടഞ്ഞിട്ടാണുള്ളത്. അതേപോലെ ഹംസും ജഹറും നോക്കുകയാണെങ്കിൽ എയർ വരൂല, എയറും ഇല്ല. അപ്പം എയറും പുറത്തേക്ക് പോണില്ല, സൗണ്ടും പുറത്തേക്ക് പോകുന്നില്ല. ഇനി നമ്മള് ഗൈൻ ഖാല് പറഞ്ഞ പോലെ എന്തുണ്ട്? ഒരു ഹെവി സൗണ്ട് ഉണ്ട് അല്ലെ? മൂന്നും ഒരേ സൗണ്ട് ആണ് വരുന്നത്, ആ ഒരു ഹെവിനെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഖാഫ് ഇസ്തിഅലാന്റെ അക്ഷരാണ്. അതുപോലെ നമ്മുടെ നാവിന്റെ ബാക്ക് സൈഡ് എന്താകുന്നുണ്ട്? ഉയർത്തുന്നുണ്ട്. അപ്പം നടുഭാഗം കുഴിഞ്ഞിട്ടാണുള്ളത് അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ്? ഖാഫ് ഹെവി ലെറ്റർ ആണ്. അപ്പം ഇസ്തിഅലാന്റെ അക്ഷരാണ്. ഇനി ഖാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖാഫിന് എന്ത് കൂടെ ഉണ്ട്? ഖൽഖല എന്നുള്ള ഒരു സിഫ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഖൽഖല ചെയ്യുന്നതിലൂടെയാണ് ഈ ഖാഫിന്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കുക. ഖൽഖല എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ രണ്ട് മഖ്റജ് ഇപ്പം എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ എന്താണ്? എന്ന് പറയുമ്പോൾ അവിടെ കൂട്ടിമുട്ടാണ്. നമ്മൾ കൽക്കല ചെയ്യുമ്പോൾ എന്താവും? ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ അവിടെ കൊടുക്കും. ചെറിയ രീതിയിൽ എന്താക്കും? ഒന്നൊന്ന് ഓപ്പൺ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആ സൗണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം എന്തുണ്ടാവില്ല? ഈ ഖാഫിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഖാഫ് എന്നുള്ള ലെറ്റർ കൽക്കല ഇല്ലാതെ ഞാൻ പറയാണ്, പുറത്തേക്ക് സൗണ്ട് വരില്ല. കാരണം എന്തുകൊണ്ടാ? അതിന്റെ മഖ്റജ് അവിടെ അടഞ്ഞിട്ടാണുള്ളത് അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? കംപ്ലീറ്റ്ലി ക്ലോസ് ആണ്. സൗണ്ടിന് പുറത്തേക്ക് വരാൻ എന്തില്ല? ഇവിടെ ഒരു ഗ്യാപ്പും ഇല്ല. ഇങ്ങോട്ടേക്ക് വരാൻ ഇവിടുന്ന് സൗണ്ട് വരണമെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം? ഗ്യാപ്പ് ഉണ്ടാവണം. അപ്പം ഈ സൗണ്ട് പുറത്തേക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും? ഇവിടെ ആദ്യം ടച്ച് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്? കൽക്കല കൊടുക്കുന്നത്. അങ്ങനെ ക്ലിയർ ആക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. ഇതാണ് ഖാഫിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഈ ഒരു സിഫ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഖാഫിന് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ഖാഫിന് മാത്രമുള്ളതല്ല, വേറെയും കുറച്ച് അക്ഷരങ്ങളുണ്ട്. ഇൻഷാല്ലാഹ് നമ്മൾ ഗ്രാജുവലി അനത്തസ് പഠിക്കും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഖാഫിന്റെ ഒരു സ്പെഷ്യൽ സിഫയാണ് എന്ത്? ഖൽഖല. ഇപ്പൊ തൊട്ട് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെയും എന്താണ്? ഓപ്പോസിറ്റ് ഉള്ള സിഫാണ് അല്ലെ? ഒന്നെങ്കിൽ ഖാഫിന് എന്താണ്? ഒന്നെങ്കിൽ ഹംസ ആയിരിക്കും, അല്ലെങ്കിൽ ജഹർ ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ഷിദ്ദ ആയിരിക്കും, അല്ലെങ്കിൽ റഖാവ് ആയിരിക്കും, അല്ലെങ്കിൽ ബൈനി ആയിരിക്കും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇസ്തിഅല ആയിരിക്കും, അല്ലെങ്കിൽ ഇസ്തിഫാൽ ആയിരിക്കും. എന്നാൽ ഈ സ്പെഷ്യൽ സിഫ എന്ന് പറയുന്നത് കൽക്കലയാണ്. കൽക്കല ഇല്ലെങ്കിൽ എന്താ? ഒന്നുമില്ല, കൽക്കല ഇല്ല, അത്ര തന്നെ. അതല്ലാതെ അവിടെ വേറൊരു സ്പെഷ്യൽ സിഫ വരുന്നില്ല. അഥവാ ഓപ്പോസിറ്റ് ഇല്ലാത്തൊരു സിഫയാണ് എന്ത്? കൽക്കല എന്നുള്ളത്. അപ്പം ഖാഫ് ലെറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്തിന്റെ ലെറ്ററാണ്? ജഹറിന്റെ അക്ഷരാണ്. അഥവാ എയർ പുറത്തേക്ക് പോയില്ല. ഷിദ്ദയുടെ അക്ഷരാണ്, സൗണ്ടും പുറത്തേക്ക് പോയില്ല. അപ്പൊ ഈ ഷിദ്ദ സൗണ്ട് പുറത്തേക്ക് പോകാത്തതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
കൽക്കല ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സുക്കൂന് കൊടുക്കുമ്പോൾ ഖാഫ് എന്നുള്ള ലെറ്ററിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പം ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ കൽക്കല ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തുകൂടാണ്, ഹെവി സൗണ്ട് ആണ്, ഇസ്തിഅലാന്റെ അക്ഷരാണ്. നാവ് ഉയർത്തിയിട്ട് വേണം ഈ അക്ഷരം ഉച്ചരിക്കാൻ. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. കൂടുതൽ പറഞ്ഞാല് തുടക്കക്കാരായിട്ടുള്ളവർക്ക് കൺഫ്യൂഷൻ ആവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഏറ്റവും നല്ല രീതിയിൽ പറയുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ്, നമ്മൾ ജൗഫ് മനസ്സിലാക്കി, ഹൽഖ് മനസ്സിലാക്കി, ഹൽഖിൽ നിന്നുള്ള അഖ്സൽ ഹൽഖ്, വസത്തുൽ ഹൽഖ്, അദ്നൽ ഹൽഖ് നമ്മൾ മനസ്സിലാക്കി. അതിൽ ഹംസ, ഹ, ഐൻ, ഹ ഇത് നാലും എന്താണ്, ലൈറ്റ് ലെറ്റേഴ്സ് ആണ്, ഇസ്തിഫാലിന്റെ അക്ഷരാണ്. ഗൈൻ, ഖ എന്നുള്ളത് ഇസ്തിഅലാഇന്റെ അക്ഷരാണ്, ഉയർത്തി പറയേണ്ട അക്ഷരാണ്. അതേപോലെ തന്നെ അടുത്ത വീടായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത മഖ്റജ് ആമായിട്ടുള്ള അൽ ലിസാൻ നമ്മൾ മനസ്സിലാക്കി. അൽ ലിസാനിൽ നിന്നും 18 ലെറ്റേഴ്സ് വരുന്നുണ്ട്, 10 സ്ഥലങ്ങളിൽ നിന്നായിട്ട്, നാവിന്റെ 4 ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതിൽ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള അഖ്സൽ ലിസാനിൽ നിന്നും 2 അക്ഷരങ്ങളാണ് വരുന്നത്, 2 സ്ഥലങ്ങളിൽ നിന്നായിട്ട്. അതിൽ ഒന്നാമത്തെ അക്ഷരമായ ലെറ്റർ ഖാഫ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. നാവിന്റെ അങ്ങേയറ്റം എവിടെയാണ് ടച്ച് ചെയ്യുക, സോഫ്റ്റ് പാലറ്റിൽ. ഇനി കാഫ് ആണെങ്കിൽ നാവിന്റെ അങ്ങേയറ്റം എവിടെ, ഹാർഡ് പാലറ്റ് കൂടെ യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലെറ്റർ ഖാഫിന്റെ സിഫകൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ്, ജഹറാണ്, എയർ പുറത്തേക്ക് പോകില്ല. ഷിദ്ദയാണ്, സൗണ്ട് പുറത്തേക്ക് പോകില്ല. അപ്പൊ ആ സൗണ്ട് പുറത്തേക്ക് പോകാത്ത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊരു സ്പെഷ്യൽ സിഫ കൊടുക്കുന്നത്. അതെന്താണ്, ഖൽഖല. അഥവാ ആ മഖ്റജിൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും. അപ്പൊ എന്താവും, അവിടെ സൗണ്ട് പുറത്തേക്ക് പോകും. അതല്ലാതെ നമ്മുടെ ചുണ്ടിനും ഇതിനൊന്നും പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും അവിടെ വരില്ല. അതേപോലെ തന്നെ ഖാഫ് എന്താണ്, ഇസ്തിഅലാന്റെ അക്ഷരാണ്. നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തണം, ഹെവി ലെറ്റർ ആണ്. നാവിന്റെ നടുഭാഗം കൊഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും കൂടുതൽ അല്ലാഹു തആല അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.